കുറിച്ച് ചർച്ച ചെയ്യാമെന്നല്ലേ ഉള്ളൂ. അതല്ലാതെ ഏത് സമയത്തും അതേ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ലല്ലോ. ഒരു കാര്യം, ഒരൊറ്റ കാര്യം. ഇപ്പൊ നേരത്തെ മുഖ്യമന്ത്രി എന്തിനാ ഇടപെട്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി വ്യാവഹാരിക ജീവിതത്തിലുള്ള ഒരാളാണ്. അദ്ദേഹം അദ്വൈത സിദ്ധാന്തത്തിന്റെയോ ആത്മീയതയുടെയോ ആളല്ല. മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് അന്തിമമായി. ഇപ്പൊ നേരത്തെ ആർവി ബാബു പറഞ്ഞു മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ, ദേവസ്വം ബോർഡ് തീരുമാനിക്കാൻ. അപ്പൊ അതിന് മറുപടി ഞാൻ പറയണ്ട. അതിന് മറുപടി നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങനെ തീരുമാനിച്ചവിടെ എന്താ ഉണ്ടാവുക? അത് തീരുമാനിച്ചാലും അത് സമ്മതിക്കില്ല എന്നാണല്ലോ. രാഹുൽ ഒരു തീരുമാനം ദേവസ്വം ബോർഡുകൾ എടുത്താൽ അല്ലല്ല, ഇതിൽ ആചാരങ്ങളിൽ മാറ്റം വരുത്തട്ടെ, വസ്ത്രാചാരങ്ങൾ മാറട്ടെ, ഷർട്ടിട്ട് കയറാൻ അനുവദിക്കാം, ചുരിദാർ ഇടാൻ അനുവാദമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ചുരിദാർ ഇട്ട് കയറ്റാൻ അനുവദിക്കാം എന്നുള്ള തീരുമാനം എടുത്താൽ അതിനെ അംഗീകരിക്കുമോ നിങ്ങൾ? അല്ല മഞ്ജുഷി, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബൽദേവ് സാർ പറഞ്ഞതും ശ്രീ ആർ വി ബാബു സാർ പറഞ്ഞതും അല്ലെങ്കിൽ ശ്രീ ആർ നീലകണ്ഠൻജി പറഞ്ഞതും ജാതീയത ഒരു യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ ഈ ജാതീയതയെ അതിജീവിക്കാൻ കൂടി വേണ്ടിയല്ലേ നമ്മുടെ രാഷ്ട്രപിതാവും ഹിന്ദു ആക്ടിവിസ്റ്റുമായ മഹാത്മാഗാന്ധി പൂനെയിലെ ഏർവാദ ജയിലിൽ അദ്ദേഹം ഞാൻ മരിച്ചാലും ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മരണം വരെ സത്യാഗ്രഹം കിടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന റിസർവേഷനും പൂന പാക്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ജാതി ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷേ ഉച്ചനീചത്വങ്ങൾ വേണ്ടാന്നും ഇതിനൊരു ഹാർമണി ഉണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധി അടക്കമുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള ആൾക്കാർ, മഹാത്മാഗാന്ധിയുടെ ആശീർവാദവും ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹത്തോടു കൂടിയാണ് മന്നത്താചാര്യൻ സവർണജാഥ നടത്തുന്നത്. ആ സവർണജാഥ ആർക്ക് വേണ്ടിയാണ്? ചരിത്രത്തിൽ നമുക്കുണ്ടായിരുന്ന ജാതീയത എന്ന ഉച്ചനീചത്വം എന്ന തെറ്റില്ലാതാക്കാനും എല്ലാവരെയും സമന്മാരായി കൊണ്ടുവരാനും, എന്നാൽ അതോടൊപ്പം ജാതി സ്വത്വങ്ങൾ, സമുദായ സ്വത്വങ്ങൾ കാണും, നായരും ഈഴവനും കാണും, അല്ലെങ്കിൽ ബാക്കി വിഭാഗങ്ങൾ കാണും. പക്ഷേ വിശാല അർത്ഥത്തിൽ ഒരു ഹിന്ദു ഐക്യം ഉണ്ടാവണമെന്ന് ഒരു വശത്തും, മറുവശത്ത് അതേപോലെ മതസൗഹാർദ്ദവും ഇതര സഹോദര സമുദായങ്ങളോടുള്ള സ്നേഹവും, മതം ഏതായാലും മനുഷ്യൻ നന്നാ മതി എന്നുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും, ഈ ഒരു ബാലൻസ് ആണല്ലോ നമ്മൾ കൊണ്ടുവന്നത്. RSSും ഹിന്ദു പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാധവ്ജി എത്രയോ കാലം മുമ്പ് പാലിയം വിളംബരം കൊണ്ടിരുന്നു. CPM ആണല്ലോ യദുവിനെ പൂജാരിയാക്കിയത്. വളരെ നല്ല കാര്യമാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ബ്രാഹ്മണ്യ ആർജിത ശാന്തി. അപ്പൊ അവിടെ ഈ ഹിന്ദു സമൂഹത്തെ തെരഞ്ഞു പിടിച്ച് സെലക്റ്റീവായി വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രതികരണം വരും. ഇനി ഒറ്റ കാര്യമേ ഇതിൽ പോസിബിൾ ഉള്ളൂ. ആരാണ് അമ്പലത്തിനുള്ളിലെ കാര്യം തീരുമാനിക്കേണ്ടത്? ആരാണ് പള്ളിക്കുള്ളിലെ കാര്യം തീരുമാനിക്കേണ്ടത്? അത് വിശ്വാസികളല്ലേ. ആർട്ടിക്കിൾ 25ഉം 26ഉം നമുക്ക് മൗലികമായ അവകാശങ്ങൾ തരുന്നില്ലേ? ഇനി നേരത്തെ ചൂരിദാറിന്റെ കാര്യം പറഞ്ഞു, രാഹുൽ ഈശ്വറിനെ വിടുക, ഞാനൊരു സാധാരണക്കാരനാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ ചൂരിദാറിന്റെ തീരുമാനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ നിലപാടെടുക്കുകയും വിശ്വാസികളോടൊപ്പം നിൽക്കുകയും ചൂരിദാർ ഇട്ടുകയാണെന്ന് കേരള ഹൈക്കോടതി തന്നെ നിലപാടെടുത്തു. എന്തുകൊണ്ടാണ്? നമുക്കാർക്കും ചൂരിദാറിനോട് വ്യത്യാസമൊന്നുമില്ല. എൻ്റെ വൈഫ് ചൂരിദാർ മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ ഇതിന്റെ പിന്നിൽ വ്യാവഹാരിക തലത്തിൽ മറ്റു പല പവർ പ്ലേസും വടംവലികളും നടക്കുന്നുണ്ട്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ചൂരിദാർ ഇട്ട് കയറേണ്ടെന്നുള്ളതാണ്. എന്താ അവർക്ക് ചൂരിദാറിനോട് ദേഷ്യം ഉണ്ടായിട്ടാണോ? അല്ല. അപ്പോൾ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമവായമില്ലാതെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് നീളേണ്ട സാർ ഒരു കാര്യം പറഞ്ഞു. സാർ ഓർക്കേണ്ട ഒരു കാര്യം, ശബരിമലയിൽ ഒരു കാലത്തും ജാതീയത ഉണ്ടായിരുന്നില്ല. ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശബരിമലയിൽ നൂറ്റാണ്ടുകളിൽ എല്ലാ ജാതികളെയും എല്ലാ മതങ്ങളെയും സ്വീകരിച്ചിരുന്നു. എന്നാൽ വേറെ ചില അമ്പലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ശരികളെ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റിനെ തിരുത്തുകയും വിശ്വാസികളെ കൂടെ നിർത്തുകയല്ലേ വേണ്ടത്. മഹാത്മാഗാന്ധി അടക്കമുള്ളവർ അങ്ങനെ ഒരു സമീപനമല്ലേ എടുത്തത്. ഈ ലോകാരാധനായ മഹാത്മാഗാന്ധി ഇന്ത്യനൃത്യമലയിലേക്ക് ചെന്ന് തന്നെ കാണാൻ വരുന്നെങ്കിൽ താൻ അങ്ങോട്ട് ചെന്ന് സമവായ ചർച്ച നടത്താമെന്ന് പറയുന്ന ഒരു മനോഭാവം വേണ്ടേ? അല്ലാതെ ഞാൻ ഇരുന്ന് തീരുമാനിക്കും നിങ്ങളെല്ലാം അനുസരിച്ചോളണം ഒരു സമീപനം മുഖ്യമന്ത്രി ആരാണ് തീരുമാനം എടുക്കേണ്ടത്? ഇപ്പോൾ ദേവസ്വം ബോർഡുകൾക്ക് തീരുമാനം വിശ്വാസികളാണ് സാർ. തീരുമാനം പള്ളിയിലെ ഒരൊറ്റ വരി. ക്രിസ്ത്യൻ പള്ളിയിലെ തീരുമാനം ആരെടുക്കണം? പള്ളിയിലെ അച്ഛനും വിശ്വാസികളും കൂടെ എടുക്കണം. മുസ്ലിം പള്ളിയിലെ തീരുമാനം ആരെടുക്കണം? മൗലവിയും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും തീരുമാനം ആരെടുക്കണം? പൂജാരിയും ദേവസ്വം ബോർഡും വിശ്വാസികളും ശരി. ക്രിസ്ത്യൻ പള്ളിയുടെ തീരുമാനം അവർക്കെടുക്കാം, മുസ്ലിം പള്ളിയുടെ തീരുമാനം അവർക്കെടുക്കാം. കാര്യം CPMന്റെ പാർട്ടി ഓഫീസിൽ നടക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാ? മുഖ്യമന്ത്രി തീരുമാനിച്ചില്ലല്ലോ. ഇടപെടാൻ അഭിപ്രായം പറയാൻ അവകാശമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ രാഹുലിന് അറിയായിരിക്കും വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയെ ഇളക്കി അതിനെ പിന്താങ്ങിയ ഒരാളാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ വിമോചന ദൈവശാസ്ത്രം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ക്രിസ്ത്യാനിറ്റിയിൽ ഉയർന്നു വന്ന ഒരു റെവല്യൂഷണറി ആയ ഒരു മൂവ്മെന്റ് ആണ്. ഇപ്പോ കേരളത്തിൽ തന്നെ നിരവധി പുരോഹിതന്മാരും നിരവധി പണ്ഡിതന്മാരും അതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ പിന്താങ്ങുന്നുള്ളതുകൊണ്ട് ഞാൻ ക്രിസ്ത്യവാദത്തിന് എതിരാണെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പോപ്പ് അംഗീകരിക്കുന്നില്ല. ആത്യന്തികമായ ലിബറേഷൻ തിയോളജി വത്തിക്കാനും പോപ്പും അംഗീകരിക്കുന്നില്ല. അല്ല, വത്തിക്കാൻ അംഗീകരിക്കുമല്ലോ എന്നുള്ളതല്ല. വത്തിക്കാൻ അംഗീകരിക്കാത്ത പള്ളികൾ ലോകത്ത് ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ വത്തിക്കാൻ അംഗീകരിക്കുന്നില്ലല്ലോ. അത് നമ്മൾ അങ്ങനെ പറയണ്ട. പ്രൊട്ടസ്റ്റാന്റുകൾ ഉണ്ടല്ലോ. അതല്ല ഞാൻ ചോദിച്ച ചോദ്യം. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു വാദം വന്നാൽ അതിനെ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണച്ചിട്ടുണ്ട്.
ഇസ്ലാം മതത്തിൽ നിന്ന് അങ്ങനെ വന്നൊരു വാദം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനിലേക്ക്, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഈ പിണറായി വിജയനെ ഒരു കാലത്ത് പിന്തുണയ്ക്കുന്ന ഒരാളുമല്ല. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പരിവർത്തനവാദം ഏതെങ്കിലും മതത്തിൽ, ഇവിടെ സച്ചിദാനന്ദ സ്വാമിയാ പറഞ്ഞേ, ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് സച്ചിദാനന്ദ സ്വാമി നീലകണ്ഠൻ സാറേ